നിങ്ങൾ കുറെ നാളെ എന്റെ അടുത്ത് പറയണു 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ ജയിച്ചു. നിങ്ങൾ പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം ഇങ്ങോട്ട് വാങ്ങട്. നിങ്ങൾ ജയിപ്പിച്ചിട്ട് തന്നെ കാര്യമില്ല. ഏട്ടനെ ഞാൻ 10ാം ക്ലാസ്സും പ്ലസ് ടുവും പഠിപ്പിക്കാനുള്ള പരിപാടി കേട്ടാ. എല്ലാരും കൂടെ വായോട്ടാ. ഞാൻ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. വായോ നിങ്ങൾ വാങ്ങള് ഇങ്ങോട്ട് വായോ വായോ വാ. നമ്മളിപ്പോ വന്നിട്ടുള്ളത് തൃശ്ശൂരുള്ള യൂണിക് എഡ്യൂക്കെയർ എന്ന സ്ഥാപനത്തിലേക്കാണ് കേട്ടാ. നിങ്ങളിൽ ആരെങ്കിലും 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ തോറ്റിട്ട് ഇനി പഠിക്കുന്നത് എളുപ്പമല്ലാന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ വേഗം പോരേട്ടാ. നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് 2 വർഷം കഴിയുന്ന വെച്ചാല് നിങ്ങളുടെ ജയിച്ച വിഷയം ക്രെഡിറ്റ് ചെയ്തുകൊണ്ടും തോറ്റ വിഷയം നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് മാറ്റിയിട്ടോ അല്ലാണ്ടെയോ നിങ്ങൾക്ക് പ്ലസ് ടു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ എക്സാമിനെ കുറിച്ചിട്ടും പിന്നെ ബുക്സിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ വരുമ്പോൾ നിങ്ങൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളിലെയും കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് കേട്ടാ. പിന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കേഷൻ അതിനൊക്കെ കുറിച്ചിട്ട് അറിയാൻ നേരിട്ട് വന്നിട്ട് അഡ്മിഷൻ എടുക്കണമായിരിക്കും നല്ലത് കേട്ടാ. നിങ്ങളെന്താ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? ബുക്കിൽ നോക്കിയിരിക്കേ. പിന്നെ ഇത് കേന്ദ്ര ഗവൺമെന്റ് സിലബസിലാണ് പഠിപ്പിക്കുന്നത് കേട്ടാ. പിന്നെ പ്ലസ് ടു വരെയുള്ള പഠനം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും വേഗം വന്ന് അഡ്മിഷൻ എടുക്കുക. ഈ മാസം അവസാനം വരെ ഉള്ളോട്ടാ ഇവിടുത്തെ അഡ്മിഷൻ. അപ്പൊ എല്ലാവരും വേഗം വന്ന് അഡ്മിഷൻ എടുക്കട്ടാ. നിങ്ങൾ ആരെയും നോക്കണേ? എന്തായാലും കുട്ടികളെ പോണില്ലേ? ഇതിനൊക്കെ കാണുമ്പോ വീട്ടിലില്ലേ പൊട്ടക്കനായിട്ടില്ല തോന്നുന്നു. വീട്ടിലിരിക്കുന്ന ആള് ഞാനല്ലേ? നിങ്ങളുടെ സ്വഭാവതരം മാറ്റാറായിട്ടില്ല അല്ലെ? ഞാൻ എന്താ ബെഡ് എന്താ ഞാൻ ബെഡ്